അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ റജബ് മാസത്തിലെ നാം സ്മരിക്കേണ്ട ഒരു വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി എന്ന മഹാൻ. അവരെ സംബന്ധിച്ച് പരിചയപ്പെടുകയാണ് ഈ ക്ലിപ്പ്. അവരെ സംബന്ധിച്ച് അല്പം മനസ്സിലാക്കാൻ ഉപകരിക്കുന്നത് കൊണ്ട് എല്ലാവരും ഇതിന്റെ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കണമെന്നും ഇത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും പ്രത്യേകമായി ഉണർത്തുകയാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതാത് സമയത്ത് അറിയേണ്ട കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ്. മാനപ്പെട്ട മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി തങ്ങളുടെ പേര് മുഈൻ ഹസൻ എന്നാണ്. മുഈനുദ്ദീൻ എന്നാണ് അവരുടെ സ്ഥാനപ്പേര്, ദീനിനെ സഹായിക്കുന്നവർ. മുഈനുദ്ദീൻ ഹസൻ ബിൻ ഗരീബ് നവാസ് എന്നാണ് അവരുടെ പൂർണ്ണമായ പേര്. അവരുടെ ത്വരീഖത്തിന്റെ പേരാണ് ചിശ്തിയ. സഞ്ചർ എന്ന് പറയുന്ന ഇറാനിൽ നിന്നുംപ്പെട്ട ഒരു സ്ഥലമാണ് സഞ്ചർ. അവിടെയാണ് മഹാനവർകൾ ജനിച്ചത്. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ പറ്റി, അതുപോലെ പ്രവാചകന്മാരെ സംബന്ധിച്ച്, അള്ളാഹുവിനെ സംബന്ധിച്ച് എല്ലാം നാം ഗുണങ്ങൾ പറയുമ്പോൾ, മദ്ഹ് പറയുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും പറയുന്ന സമയത്ത് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പണ്ഡിതന്മാരെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാനപ്പെട്ട അബ്ദുൽ ഖാദിർ ഇർബലി എന്നവർ അവരുടെ തഫ്രീഉൽ ഖാത്തിറിന്റെ തുടക്കത്തിൽ പറയുന്നതായി കാണാം. അള്ളാഹുവിനെ സംബന്ധിച്ച് നാം പറയുമ്പോൾ അള്ളാഹു പരമാധികാരിയായ ദൈവമാണ്, സൃഷ്ടാവാണ്. അവനോട് യോജിക്കാത്ത ഒന്നും പറയാൻ പാടില്ല. പ്രവാചകന്മാരെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രവാചകന്മാര് ദൈവമാണ് എന്ന് ജനങ്ങൾക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു കാര്യവും നാം പ്രയോഗിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ പറ്റി നാം സംസാരിക്കുമ്പോൾ ഔലിയാക്കന്മാര് പ്രവാചകന്മാരാണെന്ന് തോന്നുന്ന രീതിയിൽ സംസാരിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള അദബുകൾ നാം പാലിക്കേണ്ടത്. ബഹുമാനപ്പെട്ട മുഈനുദ്ദീൻ ചിശ്തി തങ്ങള് സഞ്ചർ എന്ന ഇറാനിൽ നിന്നുള്ള സഞ്ചർ എന്ന സ്ഥലത്താണ് ജനിച്ചത്. പിതാവിന്റെ പേര് ഗിയാസുദ്ദീൻ എന്നാണ്. ഗരീബ് നവാസ് എന്നത് അവരുടെ ഒരു സ്ഥാനപ്പേരാണ്. ഗരീബ് നവാസ് എന്ന് പറഞ്ഞാൽ ഫഖീറുകളെ സഹായിക്കുന്നവർ എന്നാണ് അർത്ഥം. അവരുടെ മാതാവ് ഉമ്മുൽ വറ. അവരുടെ സ്ഥാനപ്പേരാണ് മാഹിനൂർ എന്നാണ്. മാഹിനൂർ എന്ന് പറഞ്ഞാൽ, മാഹി എന്നത് ഫാരിസി ഭാഷയിൽപ്പെട്ടതാണ്. ചന്ദ്രൻ, ഖമർ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ചന്ദ്രന്റെ പ്രകാശം എന്ന അർത്ഥമാണ് മാഹിനൂർ എന്നത്. മുഈനുദ്ദീൻ ചിശ്തി തങ്ങൾ ഹിജ്റ 530 റജബ് 14 ജനിച്ചത്. അങ്ങനെ അവർ 14 വയസ്സ് പ്രായമുള്ള സമയത്ത് തന്നെ പിതാവും പിന്നീട് അല്പം അധികം വൈകാതെ മാതാവും മരണപ്പെട്ടു. അനന്തര സ്വത്തായിക്കൊണ്ട് ഒരു തോട്ടം, ഒരു മുന്തിരിത്തോട്ടമാണ് ലഭിച്ചത്. ആ തോട്ടവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ബഹുമാനപ്പെട്ട ശൈഖ് ഇബ്രാഹിമുൽ ഖന്ദൂസ് എന്നവര് അതിലൂടെ വരികയും ബഹുമാനപ്പെട്ട മുഈനുദ്ദീൻ ചിശ്തി തങ്ങളുടെ തോട്ടത്തിൽ വന്ന് അവരെ സന്ദർശിക്കുകയും മഹാനവർകൾ ഈ ശൈഖിനെ വളരെയധികം ആദരിച്ചുകൊണ്ട് കാരക്കയും മറ്റുമൊക്കെ നൽകുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം അത് ഭക്ഷിച്ചതിന് ശേഷം ഒരു റൊട്ടി അവരുടെ സഞ്ചിയിൽ നിന്ന് എടുത്തുകൊണ്ട് കുട്ടിക്ക് നൽകുകയും അത് ഭക്ഷിച്ചു. അതിനുശേഷം പ്രാർത്ഥന നടത്തുകയും ചെയ്തു എന്നാണ്. ആ മഹാനവറുകളുടെ പ്രാർത്ഥനയോട് കൂടെ തന്നെ ബഹുമാനപ്പെട്ട
മൊയ്നുദ്ദീൻ ചിശ്തി എന്ന് പറയുന്ന മഹാന്റെ ഹൃദയം പ്രകാശം കൊണ്ട് നിറഞ്ഞു. പഠിക്കണമെന്ന ആഗ്രഹമുണ്ടായി. തോട്ടത്തിനോടും മറ്റുള്ള സാമ്പത്തികമായ എല്ലാ കാര്യങ്ങളോടും ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ആഗ്രഹങ്ങൾ നീങ്ങി. മഹാനവർകൾ ഇൽമു പഠിക്കുന്നതിന് വേണ്ടി വിവിധ സ്ഥലങ്ങളിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ പല സ്ഥലത്തും ചെന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഷെയ്ഖ് ഹാറൂൻ എന്ന് പറയുന്ന മഹാനെ കേൾക്കാൻ സാധിച്ചത്. ഷെയ്ഖ് ഹാറൂൻ എന്നവരെ സന്ദർശിക്കുകയും അവരുടെ കൂടെ 20ഓളം വർഷം താമസിച്ച് പഠിക്കുകയും ചെയ്തു. പിന്നീട് മക്കയിലേക്ക് പോയി രണ്ടുപേരും അവിടെ ചെന്ന് തവാഫും സിയാറത്തുമെല്ലാം നടത്തിയതിനു ശേഷം വീണ്ടും തിരിച്ചു വന്നു. വീണ്ടും വിവിധ സ്ഥലങ്ങളിൽ സഞ്ചരിച്ചു. പിന്നീട് വീണ്ടും മക്കയിലേക്ക് തന്നെ പോയ സമയത്താണ് അവിടെ നിന്ന് വിവരം ലഭിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയിച്ചത് നിങ്ങൾ ഇന്ത്യയിലേക്ക് പോകുക, നിങ്ങൾ അവിടെ ചെന്ന് ഇസ്ലാമിന്റെ പ്രബോധനം നടത്തുക. മഹാനവർകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പന പ്രകാരം അജ്മീറിൽ വരികയും അവിടെ വന്നുകൊണ്ട് ആദ്യം അതിൻ്റെയൊക്കെ ചുരുക്ക സംഭവമാണിത്. ആദ്യം ലാഹോറിൽ വരികയും പിന്നീട് അവൻ നിന്ന് അജ്മീറിൽ വരികയും ചെയ്തു. ഹിജ്റ 561 അവിടെ മുഹറം 10 മഹാനവർകൾ അജ്മീറിൽ എത്തിയത്. അങ്ങനെ അജ്മീറിൽ വന്ന ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ മഹാനവർകളും കൂടെയുള്ള 40ഓളം മുരീദുകളും ഇരുന്നു. അവരവിടെ ഇരുന്നു കൊണ്ട് അവരുടെ കയ്യിലുള്ള ഭക്ഷണങ്ങളും മറ്റുമൊക്കെ കഴിച്ച് ഇബാദത്തുമായി അവിടെ കൂടുന്ന സമയത്ത് അവിടെ വൃദ്ധിരാജൻ എന്ന് പറയുന്ന ഭരണാധികാരിയുടെ ഒട്ടകങ്ങളെ മേക്കുന്ന ആളുകൾ ഒട്ടകങ്ങളെ കെട്ടിയിടുന്ന നിർത്തുന്ന സ്ഥലമായിരുന്നു ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ. അവര് വന്ന് ശൈഖവറുകളെയും കൂടെയുള്ളവരെയും ചീത്ത പറയുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ മറുപടിയൊന്നും പറയാതെ കുറെ സമയം ഇരുന്നുവെങ്കിലും പിന്നീട് നിങ്ങളുടെ ഒട്ടകം എന്നാൽ ഇവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവർകൾ അനാസാഗറിന്റെ ഭാഗത്തേക്ക് നീങ്ങി. പിന്നീട് നേരം പുലർന്നു. രാത്രി മുഴുവനും അവിടെ കഴിച്ചുകൂട്ടി. നേരം പുലർന്നു. ഒട്ടകങ്ങളെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒട്ടകത്തിനെ നോക്കുന്ന ആളുകൾ വന്ന് നോക്കുമ്പോൾ ഒട്ടകം എന്തു ചെയ്തിട്ടും എഴുന്നേൽക്കുന്നില്ല. അവരുടെ എല്ലാ ഐഡിയകളും നോക്കി, പക്ഷേ ഒട്ടകം അവിടെ തന്നെ കിടക്കുകയും. അപ്പോൾ അവർ വൃദ്ധിരാജന്റെ അരികിൽ ചെന്ന് വിവരം പറഞ്ഞു. വൃദ്ധിരാജൻ ചോദിച്ചു, ആരെങ്കിലും ഇന്നലെ അവിടെ വന്നിരുന്നു? അപ്പോൾ പറഞ്ഞു, ഒരു ഫക്കീറായ ആളും കുറച്ച് ആളുകളും ഉണ്ടായി. ഉടനെ അദ്ദേഹം പറഞ്ഞു, എന്നാൽ അവരുടെ അരികെ ചെന്ന് നിങ്ങൾ മാപ്പ് പറയുക. അപ്പോൾ ഈ ഒട്ടകത്തിന് നോക്കുന്നവരവിടെ ചെന്ന് മാപ്പ് ചോദിക്കുകയും അള്ളാഹു ഉദ്ദേശിച്ചാൽ ഒട്ടകം എഴുന്നേൽക്കും എന്ന് പറയുകയും ചെയ്തു. അവര് തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഒട്ടകങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നതാണ് കാണാൻ സാധിച്ചത്. മഹാനവറുകളുടെ ഏറ്റവും ഒന്നാമത്തെ ഇന്ത്യയിൽ വന്നതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ ഒരു കറാമത്താണ്. ഇങ്ങനെയുള്ള അനേകം കറാമത്തുകളാണ് അവരവിടെ കാണിച്ചത്. അനാസാഗറിന്റെ അരികെ പോയി അവിടെ ദിവസങ്ങളോളം താമസിച്ചപ്പോൾ വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ പല വിധേനയും അനാസാഗറിന്റെ അരികെ നിന്ന് മഹാനവറുകളെയും കൂടെയുള്ളവരെയും തുരത്തുന്നതിന് വേണ്ടി അവര് ശ്രമിച്ചു. അനാസാഗർ വൃത്തികേടാകുന്നുണ്ടെന്നും അവിടെ പക്ഷികളെയും മറ്റും വേട്ടയാടി പിടിച്ചു അവിടെ വെച്ച് തന്നെ വേവിച്ച് ഭക്ഷിക്കുകയാണെന്നും എല്ലാം പറഞ്ഞ് പരാതി പറഞ്ഞുകൊണ്ട് അനാസാഗറിന്റെ വെള്ളം എടുക്കാൻ പാടില്ലെന്ന് അവസാനം നിരോധിച്ചു. ആദ്യമായി അവരെ കൊല്ലുവാൻ വേണ്ടി വന്നെങ്കിലും പിന്നീട് പേടിച്ചുകൊണ്ട് വഴിയിൽ വെച്ച് തന്നെ തിരിച്ചു പോവുകയും പിന്നീട് അവര് അനാസാഗറിൽ നിന്ന് വെള്ളമെടുക്കുന്നത് തടയുകയുമാണ് ചെയ്തത് എന്ന് കാണാൻ സാധിക്കും. അങ്ങനെ അനാസാഗറിൽ നിന്ന് വെള്ളമെടുക്കുന്നത് തടഞ്ഞപ്പോൾ മഹാനവറുകൾ മുരീദുകളിൽപ്പെട്ട ഒരാളോട് ഒരു പാത്രത്തിൽ അല്പം വെള്ളം കൊണ്ടുവരാൻ കൽപ്പിക്കുകയും ആ വെള്ളം മുക്കി കൊണ്ടുവന്നതോടുകൂടെ അനാസാഗർ മാത്രമല്ല അവിടെയുള്ള എല്ലാ വെള്ളങ്ങളും വറ്റി വരണ്ടു. സ്ത്രീകളുടെ പാലുകൾ പോലും വറ്റി എന്ന് കാണാം. അങ്ങനെ അവസാനം അവര് പ്രയാസപ്പെട്ടു.
വെള്ളമില്ലാതെ പ്രയാസപ്പെട്ടു. അവസാനം മഹാനവറുകളുടെ അരികെ തന്നെ വന്നുകൊണ്ട് മാപ്പ് പറയുകയും അവിടെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്തതിന്റെ ഫലമായി മഹാനായ ബഹുമാനപ്പെട്ട മൊഈനുദ്ദീനുൽ ചിശ്തി അജ്മീരി തങ്ങൾ അജ്മീറിൽ ജീവിച്ചു. അനേകം ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ മഹാനവറുകളുടെ മുരീദുകളായി മാറി എന്ന് ചരിത്രങ്ങൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു വലിയ മഹാനാണ് ഈ മാസത്തിൽ വഫാത്തായ റജബ് 6 വഫാത്തായ ബഹുമാനപ്പെട്ട മൊഈനുദ്ദീനുൽ ചിശ്തിയിൽ അജ്മീരി എന്നവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടുകൂടെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ബന്ധപ്പെട്ട എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ മനസ്സിലാക്കിക്കൊണ്ട് അവരെ സ്നേഹിച്ചുകൊണ്ട് പരിശുദ്ധമായ ദീനിനോട് കൂടുതൽ അടുക്കുവാനും മനസ്സിലാക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.